ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ളൊരു സൂപ്പർ റെമഡി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ ലിപ്പിൽ ഡാർക്ക്നെസ്സോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനോ ഒരു ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യുമ്പോൾ അതൊക്കെ മാറ്റി സ്മൂത്ത് ആവാനും ബ്രൈറ്റ് ആവാനും സോഫ്റ്റ് ആവാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു സൂപ്പർ റെമഡിയാണ് കേട്ടോ. ഞാനൊക്കെ നോർമലി എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഓഫീസിൽ പോകുമ്പോഴായാലും ഇപ്പം വിഭജിക്കയിൽ ഷൂട്ട് ചെയ്യേണ്ടിയൊക്കെ വരുന്ന സമയത്ത് കുറച്ചധികം സുന്ദരി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, ലിപ്സ്റ്റിക് ഒക്കെ വാറ്റിക്കും. സോ അതുകൊണ്ടാണ് കുറച്ചൊരു ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ആക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഞാനിത് ചെയ്യുമ്പോൾ ഞാൻ എന്തോ കഴിക്കുകയാണെന്ന് കരുതിയിട്ടിട്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനെടുത്തത് ഇതാണെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ ഇത് നൈസായിട്ട് പോയി. സോ നമുക്കിതിന് വേണ്ടിയിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി, കുറച്ച് പഞ്ചസാര, കുറച്ച് തേൻ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ചുണ്ടിൽ തേച്ച് പിടിക്കുക. എന്നിട്ട് നല്ലൊരു 5 മിനിറ്റ്സോളം സ്ക്രബ് ചെയ്തിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് നമുക്ക് അവിടെ തന്നെ വെക്കുക. കുറച്ച് ഡ്രൈ ആകുമ്പം അത് കഴുകി കളയാം കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വന്നു കേട്ടോ. അവന് നല്ല സുന്ദരനാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ട്രൈ ചെയ്യാൻ വന്നു. ഇച്ചിരി നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ അവൻ കഴിക്കുകയും ചെയ്തു. കുഴപ്പമൊന്നുമില്ല, തേനൊക്കെ അല്ലേ, അതുകൊണ്ട് കഴിച്ചു, പ്രശ്നമൊന്നുമില്ല. പിന്നെ ബാക്കി വന്നിട്ട് ഞാൻ ഫേസിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതെല്ലാം ഫേസിനും നല്ലതാണ്. സോ മഞ്ഞളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കളർ വെക്കാൻ വേണ്ടിയിട്ടും, തേനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആവാനും, അതുപോലെ ഇതിലുള്ള ഷുഗർ നമുക്ക് നല്ലൊരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ ഒരു ഫേസിൽ അപ്ലൈ ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ. സോ കുറച്ച് നേരം ഫേസിൽ സ്ക്രബ് ചെയ്തിട്ട് പിന്നെ ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ടൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒരു 1 വീക്ക് നിങ്ങളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിപ്പിൽ നല്ലൊരു ചേഞ്ച് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. സോ ഇതുപോലത്തെ വേറെ ടിപ്സുമായിട്ട് പിന്നെ വരാം. സീ യു.